പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 13 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. എത്ര ശ്രേഷ്ഠമായിട്ട് ആ കർത്താവ് പരിപാലിച്ച് നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെയിരുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, കർത്താവിൻ്റെ തങ്കച്ചിറകടിക്കുള്ളിൽ നമ്മളെ സൂക്ഷിച്ചു. ആ വൻ കൃപയെ ഓർത്തിട്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലത്തെ ഓർത്തിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. നമ്മൾക്ക് വരാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളും കർത്താവ് ഒഴിവാക്കി തന്നില്ലേ? നമ്മുടെ മുമ്പിൽ കർത്താവ് വഴികളെ തുറന്നു തന്നില്ലേ? നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂട്ടായിട്ടിരുന്നേ? എല്ലാത്തിനായിട്ടും സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 അപ്പാ സ്തോത്രം. ഈ പോയ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. അനേകർക്ക് ഉറങ്ങാൻ കഴിയാതെ പോയപ്പോൾ കൃപയാൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ കർത്താവ് നമ്മളെ ഉണർത്തിയില്ലേ? നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുകയും കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എല്ലായിടത്തും നമ്മളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കൈകളെ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. അവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം, വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം ചെയ്യാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 96 സങ്കീർത്തനത്തിൽ പറയുന്നു, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, ആമേൻ. കർത്താവ് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഹല്ലേലൂയ. ഒന്നുകൂടെ അവിടെ പറയുന്നു, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഈ പ്രഭാതത്തിൽ ആർപ്പിടുമ്പോഴാ ചില കോട്ടകളൊക്കെ തകർന്നു പോകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു ആർപ്പിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ആർപ്പിട്ടപ്പോൾ ഇരിഹോ കോട്ടകൾ തകർന്നു പോയി. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ആർപ്പിടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പലതും 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 ഇടിഞ്ഞു വീഴും. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ പലതിനെയും ആമേൻ തോൽക്കുമാറാക്കും, നിങ്ങളെ ജയാളികളാക്കി മാറ്റും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും, ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും മൗനമായിരിക്കുന്നവരാകരുത്, ദൈവ സാന്നിധ്യത്തിൽ ആർപ്പിടുന്നവരായിരിക്കണം. ശബ്ദമുയർത്തി സ്തോത്രം പറയുന്നവരായിരിക്കണം. ആമേൻ. യഹോവയുടെ സന്നിധിയിൽ ആർപ്പിടുന്നവരായിരിക്കുക. ആർപ്പിട്ടപ്പോൾ എരിഹോ കോട്ട ഇടിഞ്ഞതുപോലെ നമ്മൾ ആർപ്പിടുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. യേശുവിൻ നാമത്തിൽ കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ഏത് ദേശത്തായാലും, ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും, ഹല്ലേലൂയ, അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ഉയർച്ചയും മുന്നേറ്റവും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ഉയർച്ചയും മുന്നേറ്റവും ഉണ്ടാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്ക് ഉയർച്ചയും മുന്നേറ്റവും ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവേ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് കർത്താവ് ഇവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. സകലത്തിലും ജയാളികളായി മുന്നേറുവാൻ കർത്താവിനെ സഹായിക്കണം. പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും ഇപ്പോൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. അൾസർ ആമേൻ വിട്ടുമാറട്ടെ. പൈൽസിൻ്റെ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യമാകട്ടെ. കുടലിനകത്ത് കുരുക്കൾ വന്നിട്ട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എല്ലാ രോഗങ്ങൾക്കും അങ്ങ് വൈദ്യനാകിയാൽ സ്തോത്രം. ആമേൻ. കർത്താവേ, മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, സ്കാൻ റിപ്പോർട്ട്, എക്സ്റേ റിപ്പോർട്ട്, അല്ലെങ്കിൽ ബ്ലഡ് റിപ്പോർട്ട്, ബയോപ്സി റിപ്പോർട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം നല്ല വർത്തമാനങ്ങൾ ഉണ്ടാകട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ നല്ല വർത്തമാനങ്ങൾ ഉണ്ടാകട്ടെ. ഇവർക്കെല്ലാം നല്ല വർത്തമാനങ്ങൾ, ഗുഡ് ന്യൂസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർക്കും ഈ ദിവസങ്ങളിൽ ഗുഡ് റിപ്പോർട്ടുകൾ കിട്ടട്ടെ. കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അവർക്കും ഗുഡ് റിപ്പോർട്ടുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. കുഞ്ഞുങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവർക്കും ഗുഡ് റിപ്പോർട്ടുകൾ കിട്ടട്ടെ. ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഭരണകർത്താക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും വലിയ ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം പുകഴ്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാണ്. അവൻ ഉണർവിന് കാരണമാണ്. പരിശുദ്ധാത്മാവിനെ ഇടപെടൽ അനുഭവിപ്പാൻ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ. 1, ഇന്ന് പകൽക്കാലം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി സ്പെഷ്യലി നിങ്ങൾ പ്രാർത്ഥിക്കണം. 2, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നിങ്ങൾ പറയണം. ആമേൻ. വൈകിട്ട് മീറ്റിംഗ് തുടങ്ങുമ്പോൾ, ഇന്ത്യൻ സമയം 9:30 തുടങ്ങുമ്പോൾ, നിങ്ങളൊരു റിമൈൻഡറും അലാം നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യുക. തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു റിമൈൻഡർ അയക്കണം. മീറ്റിംഗ് ആരംഭിച്ചു എന്നുള്ളൊരു റിമൈൻഡർ അയക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 14:9. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. ബാക്കി നമുക്ക് പിന്നീട് വായിക്കാം. അതിൻ്റെ 8-ാമത്തെ വാക്യം, ആരാണ് പൗലോസ് സംസാരിക്കുന്നത് കേട്ടത്? ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷനെഴുത്. അപ്പോൾ ലുസ്ത്രയിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്തുവാ? അമ്മയുടെ ഗർഭം മുതലേ അവൻ മുടന്തനായിരുന്നു. അവൻ ഒരിക്കലും നടന്നിട്ടില്ല. അവൻ്റെ കാലിന് ശക്തിയില്ലാതെ ഉള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പൗലോസ് സംസാരിക്കുന്നത് കേൾക്കുക. അപ്പോൾ പൗലോസ് എന്തായിരിക്കും സംസാരിച്ചത്? പൗലോസ് യേശു ക്രിസ്തുവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു കാണും. യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കാണും. യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു കാണും. കാരണം ഇത് പറഞ്ഞതുകൊണ്ടാണല്ലോ ആ മനുഷ്യന് വിശ്വാസമുണ്ടായത്. അവൻ്റെ ഉള്ളിൽ തീവ്രമായ വിശ്വാസമുണ്ടായി, ഭയങ്കര വിശ്വാസമുണ്ടായി. ആമേൻ. കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും, കർത്താവിന് എന്നെ വിടുവിക്കാൻ കഴിയും, കർത്താവിന് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റാൻ കഴിയും, കർത്താവിന് എനിക്ക് ജീവൻ നൽകുവാൻ കഴിയും. ഞാൻ അമ്മയുടെ ഉദരം മുതലേ മുടന്തനാ, പക്ഷേ ഇന്ന് ഞാനിത് കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം വരിക, എൻ്റെ ഉള്ളിൽ വിശ്വാസം കയറുക. എന്താ വിശ്വാസം? എൻ്റെ കാലുകൾക്ക് ശക്തി പ്രാപിക്കും, എൻ്റെ കാലുകൾ കുത്തി എഴുന്നേൽക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ആർക്കുണ്ടാവുകയാണ്? ഈ മുടന്തനായ മനുഷ്യനുണ്ടായി. ഇത് കണ്ടിട്ട് അവനെ കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവന് വിശ്വാസമുണ്ട്. കാരണം പൗലോസ് പറഞ്ഞത് അവൻ ഗ്രഹിച്ചു. അവൻ്റെ മുഖം പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. അവൻ്റെ മുഖം പ്രതീക്ഷയിൽ തുടിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂതി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശം ഇതാണ്. മറ്റുള്ളവർക്ക് വിശ്വാസം കൊടുക്കുന്ന വാക്കുകൾ വേണം നമ്മൾ പറയുവാൻ. നമ്മുടെ വിശ്വാസം മാത്രമല്ല, നമ്മളെ കേൾക്കുന്നവരുടെ വിശ്വാസം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവൻ പൗലോസ് പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് വിശ്വാസത്തിൻ്റെ കിരണങ്ങൾ അടിച്ചു. ഇത് പൗലോസ് അപ്പോസ്തലനെ കണ്ടപ്പം മനസ്സിലായി. അദ്ദേഹം അവനോട് പറഞ്ഞു, നീ കാലൂന്നി കുതിച്ചെഴുന്നേൽക്കാൻ പറഞ്ഞു, കാലൂന്നി എഴുന്നേൽക്കാൻ പറഞ്ഞു. ഉടനെ അവൻ ചാടി എഴുന്നേറ്റു. അപ്പം ഇവൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമെന്നാ? അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളാണ്. അപ്പോസ്തലൻ പറഞ്ഞു കാണും, യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. യേശു നിൻ്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ കഴിയും. നിങ്ങൾ ഇന്ന് ഏതവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് മാറ്റം തരുവാൻ കർത്താവിന് കഴിയും, ദൈവവചനത്തിന് കഴിയും, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കാണും. ഈ പറഞ്ഞ വാക്കുകൾ ഈ മുടന്തനായവൻ, അമ്മയുടെ ഉദരത്തിൽ മുടന്തനായവൻ, ഇതുവരെ നടന്നിട്ടില്ലാത്തവൻ, കാലിനൊട്ടും ബലമില്ലാത്തവൻ കേട്ടപ്പോൾ അവന് തോന്നി, എനിക്ക് കാലൂന്നി നിൽക്കാൻ കഴിയും, എനിക്ക് നടക്കാൻ കഴിയും എന്നൊരു വിശ്വാസം തോന്നി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് ജീവൻ വരാറുണ്ടോ? മറ്റുള്ളവർക്ക് പ്രത്യാശ വരാറുണ്ടോ? മറ്റുള്ളവർക്ക് പ്രതീക്ഷ വരാറുണ്ടോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന വാക്കുകളായിരിക്കണം, അവർക്ക് പ്രതീക്ഷകൾ കൊടുക്കുന്ന വാക്കുകളായിരിക്കണം, അവർക്ക് ആ കർത്താവിനോട് അടുപ്പം കൊടുക്കുന്ന വാക്കുകളായിരിക്കണം, അവരുടെ ലൈഫിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറയുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത് നമുക്ക് കണക്റ്റ് ആകും, നമുക്ക് മനസ്സിലാകും. അന്നേരം നമുക്ക് അവരോട് പറയാം, ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്ന വാക്കേ പറയാവുള്ളൂ, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്കേ പറയാവുള്ളൂ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന വാക്കേ പറയാവുള്ളൂ. മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രതീക്ഷ കൊടുക്കണം. നിരാശപ്പെട്ടിരിക്കുന്നവനാകാം, അവൻ തകർന്നിരിക്കുന്നവനാകാം, തളർന്നിരിക്കുന്നവനാകാം, ജീവിതം മതിയേ എന്ന് പറഞ്ഞിരിക്കുന്നവനാകാം, ഇനി മുന്നോട്ട് പോകുന്നില്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാകാം. പക്ഷേ ആ വ്യക്തിയെ കൈവിടരുത്. അവന് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ കൊടുക്കണം. വിശ്വാസം കേൾവിയാൽ വരും. അപ്പം നമ്മൾ പറയുന്നത്
കേൾക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. അപ്പോൾ കൃപയുടെ വചനങ്ങൾ കൊടുക്കണം. മോനെ, നീ എത്ര പാപം ചെയ്തവനാണെങ്കിലും യേശുവിൻ്റെ രക്തം നിൻ്റെ പാപത്തെ കഴുകി നിന്നെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ അവന് മടങ്ങി വരുവാൻ തോന്നും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ, വിടുവിക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ പ്രതീക്ഷ വർദ്ധിക്കും. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. പൗലൂസിനെ പോലെ ആ ലുസ്ത്രയിലെ ജന്മനാ മുടന്തനാവിനെ എഴുന്നേൽപ്പിച്ചതുപോലുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരട്ടെ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളുടെ നാവിനെ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ. ആ നാവ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 13